ഇത് കണ്ടോ ഗൈസ്, ഞങ്ങൾക്കിവിടെ അടുത്ത വീട്ടിലത്തെ ഒരു താത്തൻ്റെ ഹസ്ബൻഡിൻ്റെ വക കിറ്റ് കിട്ടിയതാണ് കേട്ടോ. എനിക്കിത് കാണിക്കണം തോന്നി, കാരണം ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയാറില്ലേ, അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കാണിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. കണ്ടോ, എല്ലാ സാധനവും ഉണ്ട്. റമദാൻ കിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അവിൽ വരെ ഉണ്ട്, നമുക്ക് ജ്യൂസ് അടിക്കണമെന്നുണ്ടെങ്കിൽ. ഓയിൽ, അതേപോലെ ശർക്കര, കാരക്ക, ഇത് കണ്ടോ, വെള്ളക്കടല, പച്ചപ്പട്ടാണി, മുതിര, കഞ്ഞിൻ്റെ അരി, പുട്ടുംപൊടി, ഇത് കണ്ടോ, സർബത്ത്, നാടൻ നന്നാറി സർബത്ത്, ഇത് കണ്ടോ, ഇതുണ്ട്. അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ അരിയും മൂടേരിയും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന പഞ്ചസാര, പച്ചക്കറി, അതിൻ്റെ ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അതേപോലെ സേമിയ, മഞ്ഞൾപ്പൊടി, അതേപോലെ മന്തിൻ്റെ അരി, അതേപോലെ സോയാബീൻ, ചായപ്പൊടി, പപ്പടം, അച്ചാറ് വരെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. റവ എല്ലാം ഉണ്ട് കേട്ടോ. മൊത്തം ഇത്രയും വലിയ കിറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതാക്കുന്ന രണ്ടാമത്തെ നോമ്പ് തുറക്കാനുള്ള കറി വെക്കാൻ ഉമ്മ ഇതാക്കുന്ന ഉള്ളിയൊക്കെ തോലൊളിക്കാണ് കറിയിലേക്കുള്ള. നമ്മൾ കുറച്ച് കറി മതി കേട്ടോ, കാരണം നമ്മൾ പുലർച്ചെ അത്താഴത്തിനേക്ക് നമ്മൾ പിന്നെ എന്തത് നമ്മൾ ഉണ്ടാക്കല്, താളിപ്പാണ് ഉണ്ടാക്കല്. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ മാത്രം കുറച്ച് കറി മതി. അതുകൊണ്ട് നമ്മൾ തോന ആൾക്കാരൊന്നുമില്ല, അപ്പം അത്ര മതി കേട്ടോ സാധനങ്ങളൊക്കെ. ഇന്നും നമുക്ക് ചിക്കൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ തന്നെയാണ് ഇന്നും വാങ്ങിയത്. അപ്പം ഇന്നലെയും ചിക്കൻ തന്നെ, ഇന്നും ചിക്കൻ തന്നെ. നോമ്പായാൽ പിന്നെ ചിക്കൻ ഇല്ലാത്തൊരു കളി ഉണ്ടാവില്ലല്ലോ. നമുക്ക് കഴുകാൻ വെക്കാം. ഉമ്മതാക്കുന്ന ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്, ഇന്ന് പത്തിരി അല്ല കേട്ടോ, ഇന്ന് ഞങ്ങൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടുണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, നമ്മളെ വീടിനടുത്ത് ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. വല്ലാത്തൊരു പെട്ടെന്നുള്ളൊരു മരണമാണ്. അപ്പം പെട്ടെന്ന് വേഗം ആക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്താ പറയുക, പത്തിരി ഒന്നും ആക്കാൻ നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്ന് വേഗം പുട്ടാക്കുന്നത്. പെട്ടെന്ന് പണി കഴിയല്ലോ. ഗൈസ്, തേങ്ങയൊക്കെ പൊളിച്ച് കൊണ്ട് തരാണ് കേട്ടോ എൻ്റെ മോനിക്ക്. നമ്മൾ പുട്ടിനുള്ള തേങ്ങയാണ് അല്ലേ? ഗൈസ്, ഇതാക്കുന്ന കറിയിലേക്കുള്ള ഉള്ളി ഇടാണ് കേട്ടോ, വാട്ടാൻ വേണ്ടിയിട്ട്. ഈ ഉള്ളി പെട്ടെന്ന് വഴണ്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കുന്ന. ഉപ്പിട്ട് കൊടുക്കട്ടോ, എന്നാൽ പെട്ടെന്ന് അങ്ങ് അങ്ങനെ ഗൈസ്, നമുക്ക് ചിക്കൻ കറിയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി, അടുത്തത് മല്ലിപ്പൊടിയാണ് കേട്ടോ, സ്പൂണില്ല. പിന്നെ നമ്മളെ ടർക്കിഷ് മസാല. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം, പച്ച ഒരിത് പോകുന്ന വരെ ഇത് ഇളക്കി കൊടുക്കുക, ഒരു കുത്തൽ. ആ കറിയിലേക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കറിവേപ്പും ഇട്ട് കൊടുക്കാം. ഇതാക്കുന്ന പുട്ടുംപൊടി നമ്മൾ എടുത്തിരിക്കുന്നത് അജ്മി പുട്ടുംപൊടിയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന പുട്ട് ഉള്ള
പുട്ടുംപൊടി ഇതാക്കുന്ന എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അതേപോലെ ഇതാക്കുന്ന ഇളം ചൂട് വെള്ളമാണ് കേട്ടോ നമ്മൾ അതിലേക്ക് എടുക്കുന്നത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. പുട്ടുംപൊടി കുഴച്ച് നമ്മളൊരു 15 മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് പുട്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക. കറി ആകുമ്പോഴേക്ക് കുഴച്ചാടെ വെക്കുകയാണ് കേട്ടോ. നല്ലോണം ഇങ്ങനെ ഞെമണ്ടി കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ചിട്ട്. കുറച്ച് പൊടിയുള്ള കുറേ പൊടി ആയത് കണ്ടോ. അതാണ് ഈ അജുവിൻ്റെ പ്രത്യേകത ഗൈസ്. ഉമ്മ ഇങ്ങനെ അമ്പിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മനോട് ചോദിച്ചു, ഞാൻ ഇത് ആദ്യമായിട്ട് കാണാം കേട്ടോ, അതെന്തിനാ അമ്മ ഇങ്ങനെ അമ്പിച്ച് വെക്കണമെന്ന്. അപ്പോൾ ഇത് കുതിരാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ അമ്പിച്ച് വെക്കുന്നത്. ഒരു വെള്ളം കുടിഞ്ഞ് വെക്കാൻ മോള്. നമുക്ക് നോമ്പ് തുറക്കാനൊക്കത്തിന് സഹായിക്കാൻ എൻ്റെ ജെസിമോ ഉണ്ടാവും കേട്ടോ. എല്ലാത്തിനും ഇതാ തേങ്ങ പൊളിച്ച് തന്നത് ഓനാണ്. ഇപ്പോൾ ഇതാക്കുന്ന നമ്മുടെ പുതിയ മെഷീൻമേലാണ് തേങ്ങ ചിരവുന്നത് കേട്ടോ. എൻഗേജ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. പെട്ടെന്ന് തേങ്ങ ചിരവി കഴിയും കേട്ടോ. അതേപോലെ ഇതാക്കുന്ന കറി കുക്കർ വിസിലടിയുന്നുണ്ട്. അങ്ങനെ കറി അടുപ്പത്തായി. ഇനി പുട്ടിനുള്ള കുഴച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരവുന്ന ജെസിമോൻ. അമ്മ പെട്ടെന്ന് പണിയായി കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഇതാക്കുന്ന ബ്രെഡ് വാട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബ്രെഡ് വാട്ടാൻ ഞങ്ങൾ എടുക്കുന്നത് പാലും അതേപോലെ ഒരു കോഴിമുട്ടയും പിന്നെ അതേപോലെ ഏലക്കായി കുത്തിയിടും പഞ്ചസാരയാണ് കേട്ടോ എടുക്കാറ്. പിന്നെ ഓരോരുത്തരും ഓരോ മോഡലാണല്ലോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് ബ്രെഡ് വാട്ടുന്നത്. പാലെടുക്കും, പാൽ ആവശ്യത്തിന് എടുക്കും. അപ്പോൾ ഗൈസ് ഓരോരുത്തരും ഓരോ മോഡലാണല്ലോ ഓരോരോ നാട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ എണ്ണക്കടികൾ ജ്യൂസുമാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് എല്ലാവരും കഴിക്കുന്നൊരു സാധനം എന്ന് പറയുന്നത്. കാരണം പത്തിരി അങ്ങനത്തെ ഒക്കെ കുറവാണ് കഴിക്കാം. അപ്പോൾ ഇതാക്കുന്ന കോഴിമുട്ടയും കുത്തിപ്പാരും ബ്രെഡ് വാട്ടുന്നതിലേക്കാണ് കേട്ടോ. ഓരോരുത്തർ ഓരോ ഐറ്റംസ് ആണല്ലോ, ഓരോരോ സ്ഥലത്തേക്ക് ഓരോരോ മോഡലാണ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കാണിച്ചു തരാം. ഇതാക്കണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ മധുരം ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ചിലവർ പിന്നെന്താ പറയുക മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മധുരത്തിലാണ്. കാരണം എൻ്റെ മോനിക്ക് ഇഷ്ടം മധുരം ഇട്ടിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഗൈസ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബ്രെഡ് വാട്ടാനുള്ള നമ്മൾ ബ്രെഡ് വാട്ടട്ടെ. ഉപ്പാന്നല്ലേ കേട്ടിട്ടല്ലേ. ഗൈസ് ഇതാക്കുന്ന നമ്മളെ ബ്രെഡ് വാട്ടിക്കഴിഞ്ഞ് ഇതാക്കുന്ന പുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടും കൂടെ ആയാൽ നമ്മളിതെല്ലാം ആയി. ഇനി ജ്യൂസും കൂടെ അടിച്ചാൽ നമ്മൾ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ആയിട്ടോ. ഗൈസ് നമ്മളിതാക്കുന്ന പുട്ട് ചുടാണ് കേട്ടോ. അതാക്കുന്ന തേങ്ങ ചിരവിയത് പുട്ടും പൊടി. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് തേങ്ങ പുട്ടിട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള വീഡിയോ എടുക്കുന്നുള്ളൊരു ശീലമല്ലല്ലോ. അപ്പോൾ ദാ ഗൈസ് നമ്മളെന്നാൽ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ പുട്ടിന് ആവി വരുമ്പോൾ നമുക്ക് എന്താക്കാം, പുട്ടിന് ആവി വരുമ്പോൾ നമുക്ക് പുട്ട് ഓഫ് ചെയ്യാം.
പുട്ട് ഓഫ് ചെയ്യല്ല, പുട്ടുംകുറ്റി എന്താക്കാം, പുട്ടുംകുറ്റി എടുക്കാം. എന്നിട്ട് അടുത്ത പുട്ടിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജ്യൂസ് അല്ല കേട്ടോ, ഒരു റോമാങ്കോ ലൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇടിവെട്ട് ലൈമാണ് കേട്ടോ. ഇത് ഞാൻ സിംഗിളായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് ലോങ് വീഡിയോയിലേക്ക് പിന്നെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുന്ന ഇടണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ലൈം ഇടുന്നത്. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇത് ഞങ്ങൾ എടുത്തിരിക്കുന്നത് മാവിൻ്റെ ഇലയാണ് കേട്ടോ. അത് ഇതാക്കുന്ന മിക്സിയിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് ഇടുക കേട്ടോ. കാരണം ഒരു വെറൈറ്റി ലൈം എന്ന് പറയാട്ടെ ഇതിന്, കാരണം നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ ഇതാക്കുന്ന അതിലേക്ക് ഐസ് ക്യൂബാണ് ഇടേണ്ടത്. ഐസ് ക്യൂബ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഐസും കട്ട ഇടുന്നത് കേട്ടോ. ഐസ് ക്യൂബ് ഉള്ളൊരു ഐസ് ക്യൂബ് ഇടുക. ഐസ് കട്ടയൊക്കെ ഒരേപോലത്തെ സാധനം തന്നെയാണ്. അങ്ങനെ ഇതാക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറും അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സിയിൽ വെച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് കുക്കുംബർ ഒരു പീസ് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാക്കുന്നത് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് 2 കഷ്ണാക്കിയിട്ട് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് 2 പീസാക്കിയിട്ട് അതും കൂടെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കഴിച്ചു പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കിയിട്ട് ഒന്ന് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വെച്ചൊക്കെ ആണെങ്കിൽ അത് കഴിച്ച് പോട്ടോ. അങ്ങനെ ഇതാക്കുന്നത് ഞാൻ അരിച്ചെടുത്തിട്ട് ഇതൊരു ജഗ്ഗിലേക്ക് പാരാണ് കേട്ടോ. നല്ല ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്, വേറൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. കാരണം ഇത് മാവിൻ്റെ ഇല ആണെന്ന് തോന്നിയേ അല്ല കേട്ടോ. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈ ചൂടത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഞങ്ങളിതാ നോമ്പ് തുറക്കുകയാണ്. ചിക്കൻ കറി, പുട്ട്, ബ്രെഡ് വാട്ടിയുണ്ട്, അതേപോലെ നമ്മളെ ജ്യൂസും ഉണ്ട് കേട്ടോ. ജ്യൂസല്ല, ലൈമാണ്. അങ്ങനെ ഗൈസ് ഇതാക്കുന്ന നോമ്പ് തുറക്കാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ ഉമ്മ മരിച്ച വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യണേ. എന്നാലേ വീഡിയോ ചെയ്യാനുള്ളൊരു ഉഷാറുണ്ടാവുള്ളൂ.